ഹായ്, ഹലോ, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ജനകീയ വാർത്താ മണിക്കൂറായ പൊതുജനം കഴുതിയില്ല സർ എന്ന ഈ പരിപാടിയിലേക്ക് പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിനെ പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടെ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുദിനം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദുരന്തം നടന്ന് 1 വർഷം പിന്നിടുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ഒരു അവസാന അവസരം നൽകിയിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി. സെപ്റ്റംബർ 10-നകം നിലപാട് അറിയിക്കണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ തീരുമാനം നീളുന്നതിൽ കടുത്ത പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ദുരന്തബാധിതർ. അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ ദുരിതങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായാണ് വായ്പ എഴുതിത്തള്ളുന്ന കാര്യം കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയത്. ദുരന്ത നിവാരണ ചട്ട ഭേദഗതി നടത്തിയതിനാൽ വായ്പ എഴുതിത്തള്ളാനുള്ള അധികാരം തങ്ങൾക്കില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആദ്യവാദം. പിന്നാലെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരമെന്നും ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടിയായില്ല. ഈ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ 10-നുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി അവസാന അവസരം നൽകിയത്. ഹൈക്കോടതിയുടെ ഇടപെടലിൽ ദുരിതബാധിതർ പ്രതീക്ഷ പങ്കുവച്ചു. ഞങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണത്. കാരണം 100 കണക്കിന് കോടി അല്ലെങ്കിൽ 1000 കണക്കിന് കോടി മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ദുരന്തത്തിന് ശേഷവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ ഒരു 36 കോടി ഞങ്ങൾക്ക് വേണ്ടി എഴുതി തള്ളാൻ കേന്ദ്രം എന്താണ് മടിക്കുന്നത് എന്നുള്ളത് കോടതി പലതവണ ആയിട്ട് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ. എന്നിട്ടും കേന്ദ്രത്തിന് അത് കൊടുക്കാനൊരു പ്രയാസം എന്താണെന്ന് നമ്മളോട് ഒരു പ്രത്യേക വൈരാഗ്യമുള്ള പോലെയാണ് ഈ കേന്ദ്രത്തിന്റെ ഈ നിലപാട്. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതി നിലപാട്. മുൻപ് ഇതേ വിഷയം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ഇതുവരെ അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ നിലപാട് വ്യക്തമാക്കണമെന്ന് സംസ്ഥാന സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് മാതൃകാപരം. ഹൈക്കോടതിയുടെ വാക്കുകളാണിത്. വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു നിലപാടറിയിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്തം വൈകുന്നിടത്തോളം കാലം അത് ദുരന്തബാധിതരോടുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെടും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായപ്പോൾ കോടതി ഡൽഹിയുടെ കാര്യത്തിൽ ഇടപെട്ടത് നമ്മൾ കണ്ടു. തെരുവ് നായ്ക്കൾക്ക് അവരെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഷെൽട്ടറുകൾ ഉണ്ടാക്കണം എന്നതാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതാനും ചില ആഴ്ചകളുടെ സമയവും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുമുള്ളത്. പലയിടങ്ങളിലും തെരുവുനായയുടെ ശല്യം അറുതിയില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. 7 വയസ്സുകാരി തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച കൊല്ലം കൊട്ടാരക്കര കുന്നിക്കോട് വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാർത്ത. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം 2 പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ട്. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. തെരുവുനായ ശല്യത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. കരമൊടുക്കുന്ന ജനങ്ങളെക്കാൾ തെരുവുനായ്ക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത്, അതാണ് വിളക്കുടി പഞ്ചായത്ത്. 7 വയസ്സുകാരിയുടെ ജീവനെടുത്ത് 3 മാസം കഴിയുമ്പോഴും ഇന്നാട്ടിൽ തെരുവുനായ ശല്യം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. എന്നിട്ടും യാതൊരു പരിഹാരവും കാണാൻ പഞ്ചായത്ത് അധികൃതർക്കാകുന്നില്ല. നാട്ടുകാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. തെരുവുനായയുടെ കടിയേറ്റ് ജീവൻ നഷ്ടമായ നിയ ഫൈസൽ ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ആ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്ത തെരുവുനായ്ക്കൾ യാതൊരു കൂസലുമില്ലാതെ ഇപ്പോഴും വിളക്കുടി പഞ്ചായത്തിൽ വിഹരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും തെരുവുനായ ശല്യം ഇവിടെ വർദ്ധിക്കുന്നു. നിയ ഫൈസലിന്റെ വീടിനൊട്ടൊന്നും അകലെയല്ലാതെ മീറ്ററുകൾ മാത്രം മാറി ഇന്നും 2 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ശാസ്ത്രി ജംഗ്ഷനിലെ ടയർ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായ ബീഹാർ സ്വദേശി 30-കാരൻ മുന്നയ്ക്കും കുന്നിക്കോട് സ്വദേശി 59 വയസ്സുള്ള ഷാഹുൽ ഹമീദിനുമാണ് നായയുടെ കടിയേറ്റത്.
മറ്റു 2 പേർക്ക് കൂടി കടിയേറ്റതായും പറയപ്പെടുന്നു. പേവിഷബാധയേറ്റ നായയെന്നാണ് നാട്ടുകാരുടെ സംശയം. സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഇതാണ്ട് ഞാൻ താമസിക്കുന്ന മേളില്ല. അതുകൊണ്ട് കിണറ്റിൻ്റെ അവിടെ നിന്ന് പട്ടികൾ ഇഷ്ടംപോലെ ഞങ്ങൾ എറിയോ കടന്ന് എവിടുന്ന് കൊണ്ടിട്ട പട്ടിയാണെന്നറിയാൻ വയ്യ. ഇപ്പോൾ ലൈവായിട്ട് വന്ന ഇവിടെ ഈ ടയർ റൈഡർ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ വീസടിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരൻ അവനെ കടിച്ച് ഞാൻ മോളിൽ നിന്ന് കാണുമല്ലോ. അവിടെ ഒരു കാക്ക, നമ്മുടെ പള്ളി വരുന്നൊരു കാക്കയെ ചാടി കയറി കടിച്ച്. പഞ്ചായത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ 100 വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ 1-ാം നമ്പർ 100 വിളിച്ചിട്ട് അവർ ഇതുവരെ പ്രതികരിച്ചിട്ട് പോലുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോലും ആരും വന്നിട്ടില്ല. എത്ര എണ്ണം പട്ടികളെ ഇങ്ങോട്ട് തിരിഞ്ഞാലും പട്ടികളെ. LP സ്കൂളിൽ തമ്പടിച്ച് കിടക്കുക. കുന്നിക്കോട് LP സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ തമ്പടിച്ച് കിടക്കുന്നത്. നാട്ടുകാർ സംഘടിച്ച് നായയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ നായയെ കണ്ടെത്തി. പാഞ്ഞെടുത്ത നായയെ നാട്ടുകാർ ചേർന്ന തല്ലിക്കൊന്നു. നിയ ഫൈസലിന്റെ മരണത്തിനു പിന്നാലെ തെരുവുനായ നിർമ്മാർജ്ജനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ക്യാമറകൾക്ക് മുന്നിലിരുന്ന് ന്യായം നിരത്തിയ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതൊക്കെ മറന്നു. നാട്ടിലാകമാനം ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ പട്ടികൾ ഓരോ സ്ഥലത്തും തങ്ങിക്കൂടി 5, 6, 10 പട്ടികൾ ഒന്നിച്ചു വന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, നടന്ന് പിള്ളേർ മദ്രസയിൽ പോകണ്ട, ട്യൂഷന് പോകണ്ട എന്നൊരവസ്ഥയാണുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ അടുത്ത് പല പ്രാവശ്യവും പറഞ്ഞാണ് തെരുവുപട്ടികളൊക്കെ കയറി ക്രമീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യണമെന്ന്. തെരുവുനായ ശല്യം വിളിച്ചു പറഞ്ഞാൽ പിന്നെ വിളക്കുടി പഞ്ചായത്ത് അധികൃതരുടെ പെരുമാറ്റം മോശമായിരിക്കും. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളാണെന്നൊക്കെ അങ്ങ് മറക്കും. നായയുടെ കടിയേറ്റ് കുട്ടി മരിച്ചതിനു പിന്നാലെ പേരിനൊരു നായയെ പിടിച്ചതല്ലാതെ ഒരു ചുവട് പോലും മുന്നോട്ടു പോകാൻ വിളക്കുടി പഞ്ചായത്ത് അധികൃതർക്കായിട്ടില്ല. ആ ദിവസങ്ങളിൽ പ്രതിഷേധവുമായി എത്തിയ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തെരുവുനായയുടെ പക്ഷം ചേർന്നതുപോലെ തോന്നും. പ്രതിഷേധങ്ങളൊക്കെ എല്ലാവരും താഴ്ത്തി വെച്ചിരിക്കുന്നു. നായ്ക്കളുടെ സ്വന്തം പഞ്ചായത്തായി അങ്ങനെ വിളക്കുടി പഞ്ചായത്ത് മാറിയിരിക്കുന്നു. പട്ടാപ്പകൽ പോലും പട്ടിയെ പേടിച്ച് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് വിളക്കുടി പഞ്ചായത്തിലുള്ളവർ. നാട്ടിൽ പേപ്പട്ടികൾ വിഹരിക്കുമ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കി ആ ഇരുട്ടിലിരിക്കുകയാണ് വിളക്കുടി പഞ്ചായത്ത് അധികൃതർ. ആർക്കുവേണ്ടി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ഭരണമെന്നാണ് ഇന്നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ VS മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിലും സമാനമാണ് സ്ഥിതി. തെരുവുനായ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നു അവിടുത്തെ ജനം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ മാത്രം 19 പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത്. അധികൃതർ വേണ്ട നടപടിയെടുക്കുന്നില്ല എന്നത് ഈ നാട്ടുകാരുടെയും പരാതിയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടയിലാണ് തെരുവുനായകളുടെ ആക്രമണം വർദ്ധിച്ചത്. എല്ലായിടത്തുമുണ്ടെങ്കിലും വളയം, വാണിമേൽ, നരിപ്പറ്റ പഞ്ചായത്തുകളിലാണ് ഇത് കൂടുതലായുള്ളത്. ഈ കാഴ്ച പുറമേരി നഗരത്തിൽ നിന്നാണ്. കൂട്ടം കൂടി നിൽക്കുകയാണ് തെരുവുനായ്ക്കൾ. തൊട്ടടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. പേടിയോടെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങോട്ടെത്തുന്നത്. വളയം, വാണിമേൽ, നരിപ്പറ്റ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം കാണുന്ന സ്ഥിതി ഇതുതന്നെയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. നാദാപുരം, വാണിമേൽ, നരിപ്പറ്റ 3 പഞ്ചായത്തുകൾ സംഗമിക്കുന്ന വാണിമേൽ പാലത്തിൻ്റെ ആ പ്രദേശം ചുറ്റിയാണ് ഈ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ളത്. ഇന്നലെ തന്നെ വാണിമേൽ പഞ്ചായത്തിൽ ഇന്നലെ 15ഓളം പേര് തെരുവുനായ കടിച്ചിരുന്നു. ഇന്ന് രാവിലെ നെരിപ്പറ്റ പഞ്ചായത്തിലെ പുഞ്ചിരിമുക്ക്, അതുപോലെ തന്നെ തിരുവമ്പറമ്പ് ഭാഗങ്ങളിൽ ഇപ്പോൾ 4ഓളം പേരെ ഇതുവരെയായിട്ട് തെരുവുനായ കടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ കടിയേറ്റത് 19 പേർക്കാണ്. ഇരുചക്ര വാഹനക്കാരാണ് ഏറെയും ആക്രമണത്തിനിരയാകുന്നത്. വാണിമേൽ പരപ്പുപാറയിലും വളയം കുനിയിൽ പീടികയിലും നരിപ്പറ്റ പുഞ്ചിരിമുക്കിലും നാദാപുരം ചിയ്യൂരും തിരുവൻപറമ്പ് ഭാഗങ്ങളിലുമാണ് കൂടുതൽ പേർ തെരുവുനായയുടെ ആക്രമണം നേരിട്ടത്. തെരുവുനായ്ക്കളെ പേടിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യജീവന് അപകടകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നിർബന്ധമായും സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ തെരുവുനായ ഓടിക്കുന്ന കാഴ്ച ഇവിടങ്ങളിൽ സ്ഥിരമാണ്. പലപ്പോഴും ഭാഗ്യവശാലാണ് ഈ കുട്ടികൾ ഈ നായകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കയ്യിലുള്ള ബാഗും കുടയുമെല്ലാം വലിച്ചെറിഞ്ഞ് നായയെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കണ്ടതാണ്. മനുഷ്യജീവൻ രക്ഷിക്കാൻ തെരുവുനായകളെ കൊല്ലാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനമൊട്ടാകെ ആവശ്യപ്പെടുന്നത്. അടുത്തിടെ സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായപ്പോൾ തെരുവുനായയെ ആരോ തല്ലിക്കൊന്നു. തൊട്ടു പിന്നാലെ കേസുമായി. അതുകൊണ്ട് തന്നെ നായകളെ തല്ലിക്കൊല്ലാൻ ഇപ്പോൾ നാട്ടുകാർക്ക് പേടിയുണ്ട്. ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നായപ്പീടിയിൽ കഴിയുന്ന നാട്ടുകാരുടെ രക്ഷയ്ക്ക് ആരെത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് ഇനി പരിപാടി തുടരും. നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം പുരാണമാണ് പ്രേക്ഷകർ കാണുന്നത്.
തുടരുന്നു പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി. മഴ കനത്താൽ പുറം ലോകത്തേക്ക് കടക്കാൻ പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട ആവണിപ്പാറ ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. അച്ചൻകോവിലാറിന് കുറുകെ വടം കെട്ടി വള്ളത്തിൽ കയറിയാണ് ഇവർ ദിവസേന പുറത്തേക്ക് പോകുന്നത്. പാലം വേണം എന്ന ഈ നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യത്തിന് അവഗണന മാത്രമാണ് അധികൃതരുടെ മറുപടി. 36 കുടുംബങ്ങളിലായി 150ഓളം മനുഷ്യർ ആവണിപ്പാറ ആദിവാസി ഉന്നതിയിലുണ്ട്. പുറം ലോകത്തെത്തണമെങ്കിൽ അച്ചൻകോവിലാർ മുറിച്ചു കിടക്കണം, അതും സാഹസികമായി. അച്ചൻകോവിലാറിന് കുറുകെ പാലം വേണമെന്ന ആവണിപ്പാറ ആദിവാസി ഉന്നതിയിലെ മനുഷ്യരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തലമുറകൾ മാറി മാറി വന്നു. പക്ഷേ ഇപ്പോഴും അച്ചൻകോവിലാറിന് കുറുകെ കെട്ടിയ വടത്തിൽ പിടിച്ച് ചെറുവള്ളത്തിൽ വേണം യാത്ര. രാത്രിയിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. ഒന്നിൽ കൂടുതൽ പേരുടെ സഹായത്തോടുകൂടി വള്ളമെടുത്ത് വടത്തിൽ പിടിച്ചു വേണം നദിക്ക് പുറത്തെത്താൻ. പിന്നീട് ആശുപത്രിയിലെത്താൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. മഴക്കാലം എത്തിയാൽ അച്ചൻകോവിലാർ ഈ പ്രദേശത്ത് കുത്തിയൊഴുകും. ആ സമയങ്ങളിൽ ജീവൻ പണയം വെച്ച് വേണം വള്ളത്തിൽ യാത്ര ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ ഈ ഒരു വള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് പോകാൻ. അത് ഒരുപാട് വെള്ളം കയറി കഴിഞ്ഞാൽ വള്ളം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പെരുമഴക്കാലത്ത് വിദ്യാർത്ഥികളുടെ സ്കൂളിൽ പോക്കും ദിവസങ്ങളോളം മുടങ്ങും. പിന്നെ വെള്ളം ഇറങ്ങിയ ശേഷമേ ജീവിതം കുറച്ചെങ്കിലും പഴയ രീതിയിലേക്ക് മാറും. ബുദ്ധിമുട്ടിൻ്റെ അങ്ങ് അറ്റത്തെ ബുദ്ധിമുട്ട്. ഈ കയറിൻ്റെ പൊക്കത്തി മേളി വെള്ളം വരും. അന്നേരം പിള്ളേരൊക്കെ കൊണ്ടുപോയിട്ട് ബാധിക്കുന്ന തിരിച്ചു കൊണ്ടുവരും. പിന്നെ അന്ന് കൂളി പെടത്തില്ല. പിന്നെ ഒരാഴ്ച കഴിയും. ആശുപത്രി കേസ് കെട്ടാന്നാലും അത് ഇത് വെള്ളം വെക്കാൻ ഒക്കത്തില്ല. ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. പ്രദേശത്ത് പാലം എന്നത് 36 കുടുംബങ്ങളുടെ തലമുറകളായിട്ടുള്ള ആവശ്യമാണ്. ജനപ്രതിനിധികളും അധികാരികളും ഇവരെ വന്ന് കേൾക്കും, എല്ലാം ഉറപ്പു നൽകും. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. പാലമില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലം ഞങ്ങൾക്ക് വേണം. പാലം തന്നേ പറ്റത്തുള്ളൂ. എല്ലാരും വരുന്നുണ്ടോ? ഇനി എല്ലാത്തിനും വന്നാൽ പാലം കെട്ടി തരാതെ ഞങ്ങൾ കൊടുക്കത്തില്ല. അസുഖം ബാധിച്ചവരെ കൃത്യസമയത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ, കുട്ടികളുടെ ക്ലാസുകൾ മുടങ്ങാതിരിക്കാൻ, പണിയെടുത്ത് സ്വന്തം കാലിൽ ജീവിക്കാൻ തങ്ങൾക്കൊരു പാലം വേണമെന്നാണ് ഈ മനുഷ്യർ ആവശ്യപ്പെടുന്നത്. നവകേരളമേ, ഈ മനുഷ്യരുടെ രോദനം നിങ്ങൾക്ക് എങ്ങനെ കാണാതിരിക്കാനാകുന്നു? വിജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കും 24 റൗണ്ടപ്പിലൂടെ. പ്രജിൻസി കണ്ണൻ. നമസ്കാരം.